പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 4 വയസ്സുകാരനെ കഴുത്ത് ഞെരിച്ചു കൊന്ന കേസിൽ പിതൃ സഹോദരന്റെ ഭാര്യ അറസ്റ്റിൽ. വണ്ണാമട തുളസിനഗർ സ്വദേശി ദീപ്തി ദാസാണ് അറസ്റ്റിലായത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് കൊഴിഞ്ഞാമ്പാറയിൽ 4 വയസ്സുകാരനെ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യ കഴുത്ത് ഞെരിച്ച് കൊന്നത്. സംഭവത്തിലാണ് ഇപ്പോൾ യുവതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വണ്ണാമട തുളസി നഗർ സ്വദേശിയായ ദീപ്തി ദാസാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച ഈ പ്രതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവരുടെ ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ ദീപ്തി ദാസിന്റെ ഭർത്താവിന്റെ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആ ആശുപത്രിയിൽ നിന്നും സഹോദരനായ ബാലകൃഷ്ണന്റെ കുട്ടികളെയും മറ്റും തിരികെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയുണ്ടായി. ആ സമയത്ത് പിന്നീട് ഈ ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കളും മറ്റുമൊക്കെ തിരികെ വന്ന സമയത്താണ് ദീപ്തിദാസ് ഇത്തരത്തിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ നിലയിൽ കാണുന്നത്. എന്താണ് ഇങ്ങനെ ഇവർക്ക് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളത് സംബന്ധിച്ച് ആദ്യം ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് മരുന്ന് കഴിക്കുന്നത് ഉൾപ്പെടെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മാനസിക ബുദ്ധിമുട്ടാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു പ്രാഥമികമായ കണ്ടെത്തൽ. ഏതായാലും ഈ യുവതിയെ കൈകളിലും മറ്റുമെല്ലാം മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ച നിലയിലും കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്ന നിലയിലുമായിരുന്നു വീട്ടുകാർ എത്തിയപ്പോൾ വീടിനുള്ളിൽ കാണപ്പെട്ടിരുന്നത്. ശേഷമാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോഴേക്കും കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായിരുന്നു. യുവതിയെ പിന്നീട് ആദ്യം സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലും അതിനുശേഷം അവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇവരുടെ ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരി, പാലക്കാട് നിന്നും അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.